ലോകമാസകലം കോളനികളാക്കി ഭരിക്കാനിറങ്ങിയ യൂറോപ്യന്മാരുടെ കാൽക്കീഴിൽ ആഫ്രിക്കയിലെ ഗോത്രവർഗത്തിന്റെ കാടൻ ജീവിതം ഞെരിഞ്ഞമരാൻ തുടങ്ങുന്നത് 15-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ ജാരസന്തതിയായി പിറന്ന കോളനി വാഴ്ചയിൽ ആഫ്രിക്കയിലെ കറുത്ത മനുഷ്യർ അടിമകളായി. വിപണി തേടിയെത്തിയ വെള്ളക്കാർ ഉടമകളും. കറുത്ത മനുഷ്യരുടെ നിശ്വാസങ്ങൾ അലിഞ്ഞു ചേർന്ന മണ്ണിൽ നിന്ന്, അവർക്ക് സ്വന്തമായിരുന്ന പുഴയിൽ നിന്ന്, അവരുടെ ജീവൻ പോലെ വളർന്നു നിന്ന മരങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, ഭരണത്തിൽ നിന്നൊക്കെ ഈ മനുഷ്യർ ആട്ടിയകറ്റപ്പെട്ടു. ഇവിടം യൂറോപ്യന്മാർക്ക് പോരടിക്കാനുള്ള യുദ്ധഭൂമിയായി. ഇംഗ്ലീഷുകാരും ഡച്ചുകാരും വിഭവസമ്പന്നമായ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കാൻ ഈ മണ്ണിൽ ഏറ്റുമുട്ടി. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിൽ നടന്ന ഭീകര യുദ്ധത്തിൽ വിജയം ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു. ദക്ഷിണാഫ്രിക്കയിലെ സ്വർണം വിളയുന്ന മണ്ണിനെ അവർ ഉഴുതുമറിച്ചു. കറുത്ത മണ്ണിൽ വിളഞ്ഞ അമൂല്യമായ വൈരക്കല്ലുകൾ ഇവിടുത്തെ ഗോത്ര മനുഷ്യരുടെ കൺമുന്നിലൂടെ കടൽ കടന്നു. അടിമകളാക്കപ്പെട്ട അവർക്ക് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ കരുത്തുണ്ടായിരുന്നില്ല. സമ്പന്നരായ ബ്രിട്ടീഷ് കർഷകരുടെ കൃഷിയിടങ്ങളിൽ നുകങ്ങൾ പേറി നടന്ന മൃഗങ്ങൾ മാത്രമായിരുന്നു നിസ്സഹായരായ ഈ മനുഷ്യർ. ചോരയിലും കണ്ണീരിലുമലിഞ്ഞ ഒരു ഗോത്ര ജനതയാകെ മണ്ണടിയുമ്പോഴാണ് മനുഷ്യമോചനത്തിന്റെ ഇതിഹാസഗാഥയായി കേപ്പ് പ്രവിശ്യയിലെ ക്യൂനു ഗ്രാമത്തിൽ ഗ്ലാഡ ഹെൻഡിമഫ്കാനിസോയിയുടെയും നൊസനേനി ഫാനിയുടെയും മകനായി മണ്ടേല പിറക്കുന്നത്. പിതാവ് ഗ്ലാഡ ഹെൻഡിമഫ്കാനിസോയി തെമ്പുരാജ കുടുംബാംഗമായിരുന്നു. എങ്കിലും രാജകീയമായിരുന്നില്ല മണ്ടേലയുടെ ജീവിതം. കാരണം ആഫ്രിക്കൻ ഗോത്രങ്ങളുടെ ദായക്രമം എപ്പോഴും രാജാവിൻ്റെ ആദ്യ ഭാര്യയുടെ ആൺമക്കൾക്കാണ് പിന്തുടർച്ച അവകാശം നൽകുക. ഹെൻഡിമഫ്കാനിസോയി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 3ാമത്തെ ഭാര്യയിലെ മകനായിരുന്നു. രാജാവിൻ്റെ ഉപദേശക സമിതിയിലെ തലവൻ എന്ന സ്ഥാനവും ചില സാമൂഹിക വേദികളിലെ അധ്യക്ഷ പദവിയും മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1918 ജൂലൈ 18-നാണ് ഒരു ജനവിഭാഗത്തെ മുഴുവൻ കരകയറ്റുവാനുള്ള നിയോഗവുമായി ആ ബാലൻ ജനിച്ചു വീണത്. പിൽക്കാലത്ത് നെൽസൺ മണ്ടേല എന്ന് ലോകം വിളിച്ച ആ ബാലന് മാതാപിതാക്കൾ നൽകിയ പേര് റൊലിഹ്ലാഹ്ള മണ്ടേല എന്നായിരുന്നു. സോസ ഭാഷയിൽ റൊലിഹ്ലാഹ്ള എന്ന വാക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. സാമ്രാജ്യത്വത്തിന്റെ പിൻഗാമികളായി ഒരു ജനതയെ മുഴുവൻ കാൽക്കീഴിലിട്ട് ചവിട്ടിമെതിച്ച വെള്ളക്കാരന്റെ ധാർഷ്ട്യത്തെ ഈ പ്രശ്നക്കാരൻ ചോദ്യം ചെയ്യുമെന്ന് കാലം മുൻകൂട്ടി അറിഞ്ഞിരുന്നിരിക്കണം. സ്കൂളിലെത്തിയതോടെ ബൂട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന റൊലിഹ്ലാഹ്ള മണ്ടേലയുടെ പേര് മാറി. വെളുത്തവരുടെ രീതികൾക്കും ശീലങ്ങൾക്കും അനുസരിച്ച് ഗോത്ര ജനതയെ സംസ്കൃത ചിത്തരാക്കുന്നതായിരുന്നു ബ്രിട്ടീഷുകാരടിച്ചേൽപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി. ഇംഗ്ലീഷുകാരോടുള്ള ആദരസൂചകമായി പരമ്പരാഗത ആഫ്രിക്കൻ പേരിനൊപ്പം ഒരു ഇംഗ്ലീഷ് പേര് കൂടി ചേർക്കുന്ന പതിവ് വെളുത്ത അധ്യാപകർ വിദ്യാർത്ഥികൾക്കുമേലെ അടിച്ചേൽപ്പിച്ചിരുന്നു. അങ്ങനെയാണ് സ്കൂളിലെ ആദ്യ ദിവസം അധ്യാപികയായ ഡിങ്കാനെ നെൽസൺ എന്ന പേര് കൂടി മണ്ടേലയുടെ പേരിനൊപ്പം ചേർത്തത്. പ്രശസ്ത ഇംഗ്ലീഷ് നാവികനായിരുന്ന ഹൊറേഷ്യോ നെൽസന്റെ ഓർമ്മയിലാണ് ഈ നാമം തിരഞ്ഞെടുത്തതെന്ന് കരുതപ്പെടുന്നു. കൊളോണിയൽ ചൂഷണത്തിന്റെ ഇരകളായി ഗതിഭ്രമം സംഭവിച്ച ഒരു ജനതയെ മനുഷ്യാവകാശങ്ങളുടെ കടൽക്കരയിലേക്ക് അടുപ്പിക്കാൻ ഒരു നാവികൻ ആവശ്യമായിരുന്നു. ഹെൻഡിമഫ്കാനിസോയിയുടെ 3ാമത്തെ ഭാര്യയായിരുന്നു നെൽസന്റെ അമ്മ ഫാനി. അവർക്ക് നെൽസണെ കൂടാതെ 3 പുത്രിമാർ കൂടി ഉണ്ടായിരുന്നു. അന്നേ വരെ മണ്ടേലയുടെ കുടുംബത്തിൽ നിന്നും ആരും പാഠശാലയിൽ പോയിരുന്നില്ല. ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കവേ ഗോത്രാചാരപ്രകാരം മറ്റൊരു പേരുകൂടി നെൽസനെ തേടിയെത്തി. ദലിബുങ്ക എന്നായിരുന്നു അത്. തെമ്പുരാജാവും രാജവംശവും ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത് മാഡിബ എന്നായിരുന്നു. അതിനാൽ പിൽക്കാലത്ത് നെൽസൺ മണ്ടേല ലോകത്തിൻ്റെ സ്വന്തം മാഡിബയായി മാറി. അമ്മയുടെ ശിക്ഷണത്തിലായിരുന്നു മണ്ടേലയുടെ ബാല്യ കൗമാരങ്ങൾ. സാധാരണ ആഫ്രിക്കൻ ബാലന്മാരുടെ ബാല്യം പോലെ തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം കാലിയെ മേച്ചും കൃഷിപ്പണിയിൽ മുതിർന്നവരെ സഹായിച്ചും തന്നെയാണ് കൊച്ചിൻ നെൽസണും വളർന്നത്.
ഒപ്പം അച്ഛനും അമ്മയും പറഞ്ഞുകൊടുത്ത അതുല്യരായ ആഫ്രിക്കൻ ഗോത്ര നായകന്മാരുടെ കഥകൾ അവനിൽ രാജസ്നേഹത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും വിത്ത് വിതച്ചു. മണ്ടേലയുടെ ബാല്യത്തിൽ തന്നെ പിതാവ് മരണമടഞ്ഞു. എന്നാൽ തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ച ശേഷമാണ് എൻഡിം അഫ്ഗാനിസോയി യാത്രയായത്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ താൽക്കാലിക ഗോത്ര രാജാവായി സ്ഥാനമേറ്റിരുന്ന ജോൺ കിതാബയുടെ അകമഴിഞ്ഞ പിന്തുണയും വിദ്യാഭ്യാസത്തിൽ മണ്ടേലയ്ക്ക് തുണയായി. ക്യൂനുവിലെ ബസേലിയൻ സ്കൂളിൽ 7-ാം വയസ്സിൽ മണ്ടേല ഔദ്യോഗിക വിദ്യാഭ്യാസം ആരംഭിച്ചു. പാശ്ചാത്യമായ ശൈലിയിലുള്ള വിദ്യാഭ്യാസമായിരുന്നു അന്ന് ക്യൂനുവിലെ സ്കൂളിൽ ലഭ്യമായിരുന്നത്. അധ്യാപകരിലേറെയും വിദേശീയരായിരുന്നു. റീജന്റ് ജോൺ കിതാബ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായി മണ്ടേലയെ പ്രഖ്യാപിച്ചത് എൻഡിം അഫ്ഗാനിസോയുടെ മരണത്തോടെ ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് ഏറെ ആശ്വാസം പകർന്നു. അതോടെ നെൽസണ് റീജന്റിന്റെ വസതിയിൽ താമസിച്ചു പഠിക്കാൻ സൗകര്യമൊരുങ്ങി. റീജന്റിന്റെ മകൻ ജസ്റ്റിൻ ആയിരുന്നു മണ്ടേലയുടെ അക്കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തും കളിക്കൂട്ടുകാരനും. ബിരുദ പഠനത്തിന് സർവകലാശാലയിലേക്ക് പോകും വരെ വളരെ നീണ്ടൊരു കാലം നെൽസൺ ചെലവിട്ടത് റീജന്റിന്റെ വസതിയിലായിരുന്നു. റീജന്റിന്റെ കൊട്ടാരത്തിലെ താമസം വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല നെൽസനെ സഹായിച്ചത്. അവന്റെ ഉള്ളിലെ ഭരണാധികാരിയെ രൂപപ്പെടുത്തിയതും ഉന്നതമായൊരു സാമൂഹിക കാഴ്ചപ്പാട് ഉണർത്തിയതും ഈ ബാല്യകാല അനുഭവങ്ങളായിരുന്നു. മെക്യുകെസിനിലെ ജൂനിയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ നെൽസൺ മണ്ടേല തുടർ വിദ്യാഭ്യാസത്തിന് ക്ലാർക്കെ ബുറേയയിൽ വെസ്ലിയൻ മിഷണറി നടത്തുന്ന ബോർഡിംഗ് സ്കൂളിൽ ചേർന്നു. അവിടെ പഠനേതര രംഗങ്ങളിൽ മണ്ടേല തിളങ്ങി. അത്ലറ്റിക്സിലും ബോക്സിംഗിലുമായിരുന്നു അദ്ദേഹത്തിനേറെ താൽപ്പര്യം. വെസ്ലിയൻ സഹപാഠികൾക്കിടയ്ക്ക് വെറുമൊരു നാടൻ പയ്യൻ എന്ന വിശേഷണത്തിൽ നിന്നും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ മിടുക്കനായൊരു വിദ്യാർത്ഥിയായി തീർന്നു ഇക്കാലത്ത് നെൽസൺ. പെൺകുട്ടികളുമായി ചെങ്ങാത്തത്തിലാവാൻ തുടങ്ങിയതും ഇവിടെ വെച്ചായിരുന്നു. ആദ്യ വനിതാ സുഹൃത്ത് ഫാധോണയെ പരിചയപ്പെട്ടത് ഇക്കാലത്തായിരുന്നു. 21-ാം വയസ്സിൽ ഫോർഡ് ഹാരെ സർവകലാശാലയിൽ മണ്ടേല ബിരുദ പഠനത്തിനായി ചേർന്നു. അക്കാലത്ത് ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് പ്രവേശനം അനുവദിച്ചിരുന്ന ഒരേയൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഇത്. എന്നാൽ വലിയൊരു വിമോചന നായകനെ സൃഷ്ടിക്കുന്ന തരത്തിൽ നെൽസന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കമിടുന്ന സംഭവങ്ങളാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നത്. വിധിയുടെ കരങ്ങളാൽ പരിഭാഗം ചെയ്യപ്പെട്ട് അനുയോജ്യമായ കരങ്ങളിലേക്ക് എത്തുന്നത് പോലെയായിരുന്നു ഗാർലിക് എംബേക്കിന് വഴി വാൾട്ടർ സിസിലുവിനെ അദ്ദേഹം പരിചയപ്പെട്ടത്. ഇത് മണ്ടേല എന്ന ജനവിമോചകന്റെ പിറവിയായിരുന്നു. പഠനമെന്ന സ്വപ്നത്തെ ഉപേക്ഷിക്കാതെയും എന്നാൽ സ്വന്തം വംശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പരിതാപാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് അവർക്കു വേണ്ടി സ്വയം സമർപ്പിതമായൊരു ജീവിതം തിരഞ്ഞെടുക്കുകയുമായിരുന്നു മണ്ടേല പിന്നീട്. വാൾട്ടർ സിസിലു എന്ന രാഷ്ട്രീയ ഗുരുനാഥനു കീഴിൽ മണ്ടേല വളരുകയായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളിലേക്ക്. 1943 നെൽസൺ മണ്ടേല നിയമ പഠനത്തിനായി വിറ്റ് വാട്ടേഴ്സ് സർവകലാശാലയിൽ ചേരുന്നത്. വിറ്റ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ ഏക കറുത്ത വിദ്യാർത്ഥിയായിരുന്നു നെൽസൺ. തങ്ങൾക്കിടയിലെ ഈ കറുത്ത സാന്നിധ്യം സഹപാഠികളെയും അധ്യാപകരെയും വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. വാൾട്ടർ സിസുലു എന്ന മഹാമനീഷി നെൽസന്റെ വ്യക്തിത്വം തിരിച്ചറിയുകയും ദീർഘവീക്ഷണത്തോടെ രാഷ്ട്രീയമായ ഉൾക്കാഴ്ച പകർന്നു നൽകുകയും ചെയ്തു. ഒപ്പം നെൽസനെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൈപിടിച്ചു നടത്തി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സിസുലു അന്ന്. നിയമപഠനകാലത്ത് അധികവും വാൾട്ടർ സിസുലുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നെൽസൺ താമസിച്ചിരുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ നേതാവായ ആൻഡൻ ലെംബഡയുടെ പ്രോത്സാഹനവും മണ്ടേലയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പ്രചോദനമായി.
അമ്മയായ ആഫ്രിക്കയുടെ കറുത്ത മണ്ണ് പോലെ മനോഹരമാണ് എൻ്റെ തൊലിയുടെ നിറവും എന്നായിരുന്നു ലെമ്പഡയുടെ ആദർശവാക്യം. തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായി കരുതുന്ന വാൾട്ടർ സിസുലുവിൻ്റെ സംഘടനയിൽ ചേരുക എന്നത് മണ്ടേല അഭിമാനമായി കരുതി. 1944 മണ്ടേല ഔദ്യോഗികമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമായി. 1944 തന്നെ വാൾട്ടർ സിസുലുവിൻ്റെ ബന്ധു കൂടിയായ ഈവ്ലിൻ എന്ന പെൺകുട്ടിയെ നെൽസൺ മണ്ടേല വിവാഹം കഴിച്ചു. ആദ്യകാലം കുറച്ചുനാൾ ഈവ്ലിൻ്റെ ബന്ധുക്കൾക്കൊപ്പം തന്നെയായിരുന്നു ഇരുവരും താമസിച്ചത്. പിന്നീട് ഓർലാൻഡോവിൽ ഒരു വാടക കെട്ടിടത്തിലേക്ക് ഇവർ താമസം മാറ്റി. ഇതിനിടയിൽ നിയമപഠനത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും നെൽസൺ ആരംഭിച്ചിരുന്നു. 1945 ഫെബ്രുവരിയിൽ തെമ്പേക്കിലി എന്ന ആദ്യ കുട്ടിയുടെ ജനനത്തോടെ ഗൃഹനാഥൻ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും വർദ്ധിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി കനിത്തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ച വർഷമായിരുന്നു 1946. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും യൂത്ത് ലീഗും സമ്പൂർണ്ണ പിന്തുണയും സഹായവും ഈ സമരങ്ങൾക്ക് നൽകി. 1947 മണ്ടേലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വർഷമായിരുന്നു. ലെമ്പഡയുടെ അകാല മരണത്തെ തുടർന്ന് AP മഡെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായി. അതോടെ മണ്ടേല ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയവും വ്യാപൃതനായതോടെ പഠനത്തിൽ മണ്ടേലയ്ക്ക് മുന്നേറാനായില്ല. ഒടുവിൽ 1948 നിയമപഠനം പൂർത്തിയാക്കാതെ സർവകലാശാല വിട്ടു. എന്നാൽ നെൽസൺ മണ്ടേല തൻ്റെ രാജ്യത്തിൻ്റെ വിമോചന മാർഗത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു സമര പോരാളിയായാണ് വിൽസിൽ നിന്നും പുറത്തിറങ്ങിയത്. 1949 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും വഴിത്തിരിവിട്ടു. വാൾട്ടർ സിസുലു ജനറൽ സെക്രട്ടറി ആകുകയും ചെയ്തു. ഒലിവർ ടാംബോയ്ക്കൊപ്പം മണ്ടേലയും എക്സിക്യൂട്ടീവ് മെമ്പറായി. ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന, യുവത്വം തുളുമ്പുന്ന ഒരു നേതൃനിരയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വെള്ളക്കാർക്കെതിരെ പോരാട്ടത്തിനിറക്കി. സ്വന്തം മണ്ണിൽ അന്യരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട കറുത്ത മനുഷ്യരുടെ ഉള്ളിൽ പ്രതിഷേധത്തിൻ്റെ കാറ്റുണർന്നു. ആ കാറ്റിനെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അഗ്നിയായി ജ്വലിപ്പിക്കാൻ ഒരു നേതാവ് ഉണ്ടാവണമായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടങ്ങളുടെ നേതൃത്വം ഒരു ചരിത്ര നിയോഗം പോലെ മണ്ടേലയുടെ കൈകളിലേക്കെത്തി. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം അന്നു മുതൽ വഴിമാറി ഒഴുകാൻ തുടങ്ങി. വെള്ളക്കാർ നടപ്പാക്കുന്ന കരി നിയമങ്ങളെ ദക്ഷിണാഫ്രിക്കയിലെ ഗോത്ര വംശജർ എതിർക്കാൻ തുടങ്ങിയത് 1950 ജൂൺ 26 മുതൽക്കാണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ പ്രതിഷേധ സമരമായിരുന്നു ഇത്. പിൽക്കാലത്ത് 1950 ജൂൺ 26 ഫ്രീഡം ഡേ എന്ന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം അടയാളപ്പെടുത്തി. സംഘടന എന്ന നിലയ്ക്ക് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ കുതിച്ചുചാട്ടമായിരുന്നു ഈ പ്രതിഷേധ ദിനം. നെൽസൺ മണ്ടേലയുടെ നേതൃപാടവത്തിന്റെ ഉരകല്ലായിരുന്നു സഹന സമരത്തിന്റെ ഈ സംഘഗീതം. രാജ്യത്തുടനീളം സഞ്ചരിച്ച് പ്രതിഷേധ ദിനത്തിന്റെ പ്രാധാന്യവും ആവശ്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് വാൾട്ടർ സിസുലുവായിരുന്നു. അതേസമയം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ഓഫീസ് കേന്ദ്രമാക്കി വിവിധ പ്രദേശങ്ങളിലേക്കുള്ള സന്ദേശങ്ങൾ അയക്കുകയും സമരം ഏകോപിപ്പിക്കുകയും ചെയ്തത് നെൽസണാണ്. ജൂൺ 26 സമര സംഘാടനത്തിനായി നെൽസൺ എടുത്ത നിലപാടുകൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും പുതുമയുള്ളതായിരുന്നു. അവർ തൊട്ടടുത്ത വർഷം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രസിഡന്റായി നെൽസൺ മണ്ടേലയെ തിരഞ്ഞെടുത്തു. 1952 മെയ് 31 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും സംയുക്തമായി യോഗം ചേർന്ന് ജൂൺ 26 നിയമനിഷേധ ദിനമായി പ്രഖ്യാപിച്ചു. സമരത്തിന്റെ വോളണ്ടിയർ ഇൻ ചീഫായി നെൽസൺ മണ്ടേലയെ ഈ സംഘടനകൾ തെരഞ്ഞെടുത്തു.
നെൽസൺ മണ്ടേല ഒരു ജനകീയ നേതാവായി വളരുകയായിരുന്നു. സമര സംഘാടനവുമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ യൂണിറ്റും സന്ദർശിച്ച മണ്ടേല രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന സമുന്നതനായ നേതാവായി മാറി. ഇതേ വർഷം ഡിസംബറിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ട്രാൻസ്വാൾ പ്രവിശ്യ പ്രസിഡന്റായി നെൽസൺ മണ്ടേല തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെന്ന പദവിയും നെൽസനെ തേടിയെത്തി. നെൽസൺ മണ്ടേലയ്ക്കുള്ള ജനപിന്തുണ ഇതിനകം സർക്കാരിൻ്റെ കണ്ണിൽ കരടായി മാറിക്കഴിഞ്ഞിരുന്നു. നിയമനിഷേധ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ മണ്ടേലയ്ക്കും മറ്റ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് നിരോധന നിയമം ചുമത്തി കേസ് ചാർജ് ചെയ്തു. തുടർന്നു നടന്ന ഏകപക്ഷീയമായ വിചാരണയിൽ വെള്ളക്കാരുടെ കോടതിയിൽ ഇവരെ 9 മാസം തടവിന് ശിക്ഷിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ ശിക്ഷാവിധി 2 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ട് മറ്റൊരു കോടതി വിധി സമ്പാദിക്കാനായതിനാൽ ഇവർ ജയിൽ ശിക്ഷയിൽ നിന്നും തൽക്കാലം ഒഴിവാക്കപ്പെട്ടു. 1952 ഡിസംബറിൽ മണ്ടേല ഒലിവർ ടാംബോയ്ക്കൊപ്പം ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായൊരു നിയമസ്ഥാപനത്തിന് തുടക്കമിട്ടു. നിയമബിരുദം എന്ന സ്വപ്നം തൽക്കാലത്തേക്ക് നടപ്പായില്ലെങ്കിലും നിയമത്തിൽ ഒരു ഡിപ്ലോമ കരസ്ഥമാക്കിയ ശേഷമാണ് നെൽസൺ ജോഹന്നാസ്ബർഗിലെ ഈ സ്ഥാപനത്തിന് തുടക്കമിട്ടത്. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് മണ്ടേലയെ തടയാൻ വെള്ളക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ വെള്ളക്കാരുടെ കോടതിയിൽ അവരുണ്ടാക്കിയ വർണ്ണവെറിയുള്ള നിയമങ്ങൾക്കെതിരെ വാദിക്കേണ്ടി വന്ന മണ്ടേലയ്ക്ക് കേസുകൾ വിജയിക്കാനായില്ലെന്നത് സ്വാഭാവികം മാത്രം. ട്രാൻസ്വാൾ പ്രവിശ്യയിലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷികം നടന്നത് ഇക്കാലത്താണ്. സ്വാതന്ത്ര്യമെന്ന സ്വപ്നശൃംഗത്തിൻ്റെ കൊടുമുടിയിലെത്താൻ ഇരുൾ നിറഞ്ഞ താഴ്വാരത്തിലൂടെ അനേകകാലം ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നദ്ദേഹം അനുയായികളെ ഓർമ്മപ്പെടുത്തി. ഈ പ്രഭാഷണം ട്രാൻസ്വാളിൻ്റെ അതിരുകളിൽ നിന്ന് മനുഷ്യാവകാശങ്ങൾക്കായി പോരടിക്കുന്ന ജനത ഉള്ളിടത്തേക്കെല്ലാം ആവേശത്തിൻ്റെ തിരതള്ളലായെത്തി. ആഫ്രിക്കയിലെ വംശീയ ജനവിഭാഗങ്ങളും കുടിയേറ്റക്കാരും ഉൾപ്പെടെ വെള്ളക്കാരുടെ ഭരണത്തിൽ അടിമത്തം അനുഭവിച്ച എല്ലാ ജനവിഭാഗങ്ങളുടെയും മനസ്സിൽ ആത്യന്തികമായ സ്വാതന്ത്ര്യ സ്വപ്നം തീവ്രാഭിലാഷമായി മാറാൻ തുടങ്ങുകയായിരുന്നു. വിമോചക പ്രവർത്തകർക്ക് ജീവൻ പണയപ്പെടുത്തി സ്വാതന്ത്ര്യ പോരാട്ടത്തിനിറങ്ങേണ്ട സമയം സംജാതമായി. അവരുടെ മുന്നിൽ നിൽക്കാൻ, മോചന സൂര്യദീപ്തിയായി മാറാൻ നെൽസൺ മണ്ടേല അപ്പോഴേക്കും കരുത്താർജിച്ചു കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുന്ന ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത യൗവനങ്ങളെ നിശബ്ദമാക്കാൻ ഓപ്പറേഷൻ ടി എന്ന പോലീസ് നടപടിക്ക് അധികൃതർ കോപ്പുകൂട്ടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ യുവ നേതാവ് നെൽസൺ മണ്ടേലയുമായിരുന്നു സർക്കാരിൻ്റെ പ്രധാന ശത്രുക്കൾ. മണ്ടേലയ്ക്കെതിരെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുവാൻ ഭരണകൂടം അണിയറയിൽ ഒരുക്കം ആരംഭിച്ചു. 1956 ഡിസംബർ 5 രാവിലെ പോലീസ് വാഹനവ്യൂഹം മണ്ടേലയുടെ വസതി വളഞ്ഞു. ബാല്യം പിന്നിടാത്ത മക്കൾക്ക് മുന്നിൽ അവരുടെ സ്വന്തം മാടിബയെ പോലീസ് കയ്യാമം വെച്ചു. നെഞ്ചുറപ്പുള്ള ആ ഗോത്ര രാജകുമാരനെ പോലീസ് വാഹനത്തിലേക്ക് എടുത്തെറിഞ്ഞു. അടിയേറ്റു കലങ്ങിയ മുഖവുമായി വെള്ളക്കാരൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ട മണ്ടേല പിന്നീട് ജോഹന്നാസ്ബർഗ് ഫോർഡ് തടവറയിൽ അടയ്ക്കപ്പെട്ടു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആൽബർട്ട് ലൂതിലി, ഒലിവർ ടാംബോ, വാൾട്ടർ സിസിലു തുടങ്ങിയ പ്രമുഖ സ്വാതന്ത്ര്യ പോരാളികളും ഏറെ താമസിയാതെ ജയിലഴിക്കുള്ളിലായി. 1956 ഡിസംബർ 19 വെള്ളക്കാരുടെ ഭരണകൂടം രാജ്യദ്രോഹ വിചാരണ എന്ന് പേരിട്ട് വിളിച്ച വിചാരണ പ്രഹസനം ആരംഭിച്ചു. പ്രധാനമായും 3 കുറ്റങ്ങളായിരുന്നു മണ്ടേലയടക്കമുള്ള ആഫ്രിക്കൻ നേതാക്കൾക്കുമേലെ യൂറോപ്പിൻ്റെ വിഴുപ്പ് ഭാണ്ഡമായിരുന്ന ഈ ഭരണകൂടം ആരോപിച്ചിരുന്നത്. വർണ്ണവിവേചന നിയമപ്രകാരം വ്യത്യസ്ത നിരക്കിൽ ജാമ്യത്തുക അടച്ച് 156 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവിറക്കി.
ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പാടില്ലെന്നും ആഴ്ചയിലൊരിക്കൽ പോലീസ് അധികൃതരുടെ മുന്നിൽ ഹാജരാകണമെന്നുമുള്ള കർശന വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം. കാറും കോളും നിറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിന്റെ മറ്റൊരു വശം മാത്രമായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ രാഷ്ട്രീയ സംഘർഷം മൂർച്ഛിച്ചിരുന്ന ഇക്കാലത്ത് നെൽസന്റെ സ്വകാര്യ ജീവിതം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് നിരന്തരം കലഹിച്ചിരുന്ന ഭാര്യ ഈവ്ലിൻ നെൽസൺ ജയിലിലായതോടെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. നെൽസണുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ അവർ തീരുമാനിച്ചിരുന്നു. ഡിസംബർ 23 ഭരണകൂടം അടിച്ചേൽപ്പിച്ച കർശന ജാമ്യോപാധികളോടെ വീട്ടിലെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് മക്കൾ ഉപേക്ഷിച്ചു പോയ ചില കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു. രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും താൻ നിരന്തരം പരാജയപ്പെടുന്നുവെന്ന് സംശയിച്ച നെൽസന്റെ കണ്ണുനീർ തുള്ളിയിൽ ലോകം ഒരു കടുകുമണിയോളം ചെറുതായി. ജീവിതമെന്ന ശൂന്യമായ പളുങ്കു പാത്രത്തിലേക്ക് ആ കണ്ണുനീർ തുള്ളി അടർന്നു വീണു. ഈവ്ലിനുമായുള്ള വൈവാഹിക ബന്ധത്തിന്റെ തകർച്ചയും ഭരണകൂടം അടിച്ചേൽപ്പിച്ച രാഷ്ട്രീയ വിലക്കും മണ്ടേലയുടെ ജീവിതത്തെ കൂടുതൽ ഏകാന്തമാക്കി. വ്യക്തിപരമായ ദുരന്തങ്ങൾ തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിഴലിക്കരുതെന്ന് നെൽസൺ ഉറപ്പിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ രഹസ്യമായി പങ്കെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ജോഹന്നാസ്ബർഗിലെ ഒരു വനിതാ സംഘടന പ്രവർത്തക കടന്നുവന്നു. നൊമസാമോ വിനിഫ്രെഡ് മാഡിഗിസേല എന്നായിരുന്നു ആ യുവതിയുടെ പേര്. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു നുകം പേറി നടന്ന അവർ പ്രണയബദ്ധരായി. മണ്ടേലയും സഹപ്രവർത്തകരും വിന്നി എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചിരുന്ന ആ യുവതി 1958 ജൂൺ 14 മണ്ടേലയുടെ ജീവിത സഖിയായി. നെൽസന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിന്നി പിന്നീട് താങ്ങും തണലുമായി. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ടിരുന്നവരുടെ എണ്ണം 95 കുറഞ്ഞു. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ബാക്കിയുള്ളവർ മോചിപ്പിക്കപ്പെട്ടു. 1959 വിചാരണയുടെ 2ാം ഘട്ടം അവസാനിക്കുമ്പോൾ 65 പേർ കൂടി കുറ്റവിമുക്തരായി. വെള്ളക്കാരുടെ ഉറക്കം കെടുത്തുന്ന 30 പേർ മാത്രമായി പ്രതിപട്ടിക ചുരുങ്ങി. ഇതിലൊരാൾ മണ്ടേലയായിരുന്നു. 1960 മാർച്ച് 30 ഭരണകൂടം രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതിന്റെ മറവിൽ മർദ്ദനങ്ങളും അടിച്ചമർത്തലും കൊണ്ട് സൈന്യവും പോലീസും ഭീകരതയുടെ കാലഘട്ടം സൃഷ്ടിച്ചെടുത്തു. ഒരു രാജ്യത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും തന്നിലേക്ക് ചുരുങ്ങുന്നുവെന്നത് മണ്ടേലയെ അത്ഭുതപ്പെടുത്തി. തന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൂടുതൽ ഉറച്ച കാൽവെപ്പുകളുമായി ഒരു ജനസാഗരത്തിന്റെ ഇരമ്പലുകൾക്കിടയിലൂടെ മാഡബെയെന്ന സ്നേഹസൂര്യൻ മനുഷ്യമോചനത്തിന്റെ വഴിയിലേക്കിറങ്ങി. ലക്ഷ്യത്തിലേക്ക് ഇനിയും ഏറെ കാതമുള്ള പ്രതിബന്ധങ്ങൾ ഒളിപ്പിച്ചുവെച്ച ആ വഴി അയാൾക്ക് മുന്നിൽ ഒരു പ്രലോഭനം പോലെ തുറന്നു കിടന്നു. സഹന സമരങ്ങളെപ്പോലും നിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയിലെ ഗോത്ര മനുഷ്യർ ആയുധമെടുത്തു. രത്നഗർഭയായ മണ്ണിൽ വെള്ളക്കാരനു വേണ്ടി കനി തുറന്ന് ഒടുവിൽ ആ കനിയിൽ സ്വയം ഒടുങ്ങാൻ ഇനിയും തങ്ങളില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ഇത്. മണ്ടേലയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സായുധ വിമോചന സേന MK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടു. വിശ്രമരഹിതമായിരുന്നു പിന്നീട് മാഡിബയുടെ നാളുകൾ. കൊളോണിയൽ ഭരണക്കാരുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമർന്ന് സ്വന്തം ഗോത്ര നിയമവും സ്വാതന്ത്ര്യവും നഷ്ടമാകുന്ന ആഫ്രിക്കൻ ജനതയുടെ ദുരിതം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് എത്യോപ്യയിലെ ആഡിസ് അബാബയിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം ആഫ്രിക്കയുടെ സ്വതന്ത്ര രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ആഫ്രിക്കൻ ജനതയെ ഒന്നാകെ ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അണിനിരത്താനുള്ള മണ്ടേലയുടെ ശ്രമം വിജയം കണ്ടു.
1962 മാർച്ചിൽ അൾജീരിയയിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിൽ എത്യോപ്യയിൽ നിന്നും അദ്ദേഹം അടിസ്ഥാന സൈനിക പരിശീലനം നേടി. തൻ്റെ ജനതയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ആഫ്രിക്കയുടെ മുഴുവൻ പിന്തുണയുറപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിലെത്തിയ മണ്ടേലയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ജോഹന്നാസ്ബർഗിലെ ഓൾഡ് ഫോർഡ് തടവറയിലേക്ക് തങ്ങളുടെ നിത്യഭീഷണിയായ ഈ കറുത്ത മനുഷ്യനെ അവർ കൊണ്ടുപോയി. ജനങ്ങളെ അക്രമ സമരങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുവെന്നും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോയി എന്നുമായിരുന്നു മാഡിബയ്ക്കെതിരായ കുറ്റപത്രത്തിലെ പ്രധാന ആരോപണങ്ങൾ. കുറ്റപത്രം വായിച്ചു കേട്ട അദ്ദേഹം കോടതി മുറിയിൽ പൊട്ടിത്തെറിച്ചു. വെള്ളക്കാരൻ സൃഷ്ടിക്കുന്ന നിയമങ്ങൾ, അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, കറുത്തവരെ കോടതി മുറിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ന്യായവിസ്താരം നടത്തുന്നതും വിധി പ്രസ്താവിക്കുന്നതും വെള്ളക്കാർ. ഇതിലെവിടെയാണ് നീതി? എവിടെയാണ് ന്യായം? കോടതി മുറിക്കുള്ളിൽ മണ്ടേലയുടെ ശബ്ദം മാറ്റലുകൊണ്ടു. മനുഷ്യ മനസാക്ഷിക്കു നേരെ മണ്ടേല തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ ലക്ഷ്യവേദികളായിരുന്നു. ആഫ്രിക്കയിലെമ്പാടും നെൽസനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി. ലോകമാസകലം പ്രിട്ടോറിയ ഭരണകൂടത്തിൻ്റെ കടും കൈകൾ ചർച്ച ചെയ്യപ്പെട്ടു. കോടതി മുറിക്കുള്ളിൽ മാഡിബ അക്ഷോഭ്യനായിരുന്നു. എൻ്റെ ജീവിതം ഞാൻ ആഫ്രിക്കൻ ജനതയുടെ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരാണ്. ഞാൻ കറുത്തവരുടെ ആധിപത്യത്തിനെതിരാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യരൊന്നായി പുലരുന്ന കാലവും ലോകവുമാണ് എൻ്റെ മനസ്സിൽ. ഇതാണെൻ്റെ ആദർശം. ഈ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനാവുമെന്ന പ്രതീക്ഷയാണ് എൻ്റെ ജീവിതം. ആവശ്യമെങ്കിൽ ഈ സ്വപ്നത്തിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. മണ്ടേലയുടെ വാക്കുകൾ കോടതി മുറിക്കുള്ളിൽ പ്രകമ്പനം കൊണ്ടു. മണ്ടേലയ്ക്കും മറ്റ് ANC നേതാക്കൾക്കുമുള്ള ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചു. തങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്ന കറുത്തവരുടെ നേതാക്കന്മാരെ ജീവപര്യന്തം തടവിലിടാൻ കോടതി ഉത്തരവായി. അദ്ദേഹം പ്രിട്ടോറിയ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. മനുഷ്യാവകാശത്തെയും അന്തസ്സിനെയും മാനിക്കാൻ പ്രിട്ടോറിയ ജയിൽ അധികൃതർ പുലർത്തിയ വിമുഖതയെ മണ്ടേല ചോദ്യം ചെയ്തു. ആഫ്രിക്കൻ വംശജരായ തടവുകാർക്ക് അവരുടെ അടിമത്തത്തെ നിരന്തരം ഓർമ്മിപ്പിക്കാനായി വിതരണം ചെയ്യുന്ന മുട്ടോളം എത്തുന്ന നിക്കർ ധരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ജയിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ അവർ അദ്ദേഹത്തെ ഏകാന്ത തടവിലാക്കി. 1963 മെയ് മാസത്തിൽ അവർ ദക്ഷിണാഫ്രിക്കയിലെ ഗോത്ര ജനതയുടെ രാജകുമാരനെ, അവരുടെ സ്വന്തം മാഡിബയെ, റോബൻ ദ്വീപിലേക്ക് കൊണ്ടുപോയി. കൊടിയ പീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ റോബൻ ദ്വീപിലേക്ക്. ഇനി ഒരിക്കലും പുറത്തെത്തരുതെന്ന് വർണ്ണവെറിയൻ ഭരണകൂടം ആഗ്രഹിക്കുന്നവരെ കയറ്റി അയക്കുന്ന ഏകാന്ത ദ്വീപിലേക്ക്. റോബൻ ദ്വീപിലെ ഏകാന്ത തടവറയിൽ അടയ്ക്കപ്പെടുന്നതോടെ നെൽസൺ എന്ന വിപ്ലവകാരിയെ ദക്ഷിണാഫ്രിക്കയിലെ ഗോത്ര ജനത വിസ്മരിക്കുമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. കേപ്പ് ടൗണിന് 14 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപിന് അടിച്ചമർത്തലും കൊടിയ പീഡനങ്ങളും കൊണ്ട് കുപ്രസിദ്ധമായ റോബൻ ദ്വീപിന് പിശാചിന്റെ ദ്വീപെന്ന വിളിപ്പേരുമുണ്ടായിരുന്നു. പ്രശ്നക്കാരായി ഭരണകൂടം മുദ്രകുത്തുന്ന രാഷ്ട്രീയ തടവുകാർക്ക് മരിക്കാനുള്ള ഇടമായിരുന്നു റോബൻ ദ്വീപ്. കാപ്പിരികളെന്ന് കളിയാക്കി വിളിച്ചും കഴുത്തറ്റം മണ്ണിൽ കുഴിച്ചു മൂടിയ ശേഷം തലയിൽ മൂത്രമൊഴിച്ചും സമ്പൂർണ്ണ നഗ്നരാക്കിയും ജയിൽ അധികൃതർ തടവുകാരെ അപമാനിച്ചിരുന്നു. ഈ പീഡന പർവ്വങ്ങളിൽ നിന്ന് മണ്ടേലയടക്കമുള്ള രാഷ്ട്രീയ തടവുകാർക്കും മോചനമുണ്ടായിരുന്നില്ല. പാറമടകളിൽ അതികഠിനമായ ജോലി ചെയ്യാൻ മണ്ടേലയും മറ്റു രാഷ്ട്രീയ തടവുകാരും നിർബന്ധിക്കപ്പെട്ടു. അതിശക്തമായ വെയിലേറ്റ് മാഡിബയുടെ കാഴ്ച മങ്ങി. ജയിലിൽ തടവുകാർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്കെതിരെ ജയിലിനുള്ളിൽ അദ്ദേഹം സമരം പ്രഖ്യാപിച്ചു.
ജയിൽ അധികൃതരും മണ്ടേലയും തമ്മിലുള്ള തുറന്ന സംഘർഷത്തിന് ഇതോടെ വഴി തുറന്നു. ജയിൽ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്താനുള്ള അധികൃതരുടെ ശ്രമങ്ങൾ വിലപ്പോയില്ല. നിരാഹാര സമരങ്ങളിലൂടെ കറുത്തവരുടെ അവകാശങ്ങൾ പലപ്പോഴായി മണ്ടേല ഇവിടെ നേടിയെടുത്തു. ഒറ്റപ്പെട്ട ദ്വീപിലെ മടുപ്പിക്കുന്ന വിരസതയെ അതിജീവിക്കാൻ അപാരമായ മനക്കരുത്തും സഹനവും അദ്ദേഹം സ്വയം ശീലിച്ചു. തടവിന്റെ ആദ്യ വർഷങ്ങളിൽ 6 മാസത്തിലൊരിക്കൽ മാത്രം മണ്ടേലയെ സന്ദർശിക്കാൻ അധികൃതർ വിന്നിയെ അനുവദിച്ചിരുന്നു. 30 മിനിറ്റിൽ താഴെ മാത്രം അനുവദിക്കപ്പെട്ട ഈ കൂടിക്കാഴ്ചയിൽ ഒരു ചില്ലുജാലകത്തിന് അപ്പുറവും ഇപ്പുറവും അവർ ഒരു നോക്കു കണ്ടു. കുട്ടികളുടെ വിശേഷങ്ങൾ അറിയാൻ ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെട്ട മണ്ടേല ഉച്ചത്തിൽ അവളോട് സംസാരിച്ചു. മണ്ടേലയെ തളർത്താൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടാൻ ഭരണകൂടം ശ്രമം ആരംഭിച്ചു. മണ്ടേല എന്ന പോരാളിയുടെ സമരവീര്യം കെടുത്താൻ ഇതും ആവശ്യമാണെന്ന് ഭരണകൂടത്തിന് തോന്നി തുടങ്ങിയിരുന്നു. 1962 മുതൽ 1969 വരെ കാരണമെന്തെന്ന് പോലും വ്യക്തമാക്കാതെ പലതവണ നാഷണലിസ്റ്റ് സർക്കാർ വിന്നി മണ്ടേലയെ അറസ്റ്റ് ചെയ്തു. 18 മാസക്കാലം ഏകാന്ത തടവിലിട്ട് ക്രൂരമായി ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചു. 1975 അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് വിന്നിക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന രാഷ്ട്രീയ വിലക്ക് ഭരണകൂടം അവസാനിപ്പിച്ചു. സ്വതന്ത്രനായ മണ്ടേലയേക്കാൾ അപകടകരമായി തടവറയിലെ മണ്ടേല വളരുകയായിരുന്നു. വർണ്ണവെറിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ മനുഷ്യരൂപമായി മണ്ടേലയെ ലോകം നെഞ്ചിലേറ്റി. മണ്ടേലയുടെ ചിത്രങ്ങളോ പുസ്തകങ്ങളോ പ്രദർശിപ്പിക്കുന്നതും കയ്യിൽ സൂക്ഷിക്കുന്നതും സർക്കാർ നിയമവിരുദ്ധമാക്കി. പക്ഷേ എല്ലാ വിലക്കുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ റോബൻ ദ്വീപിൽ തടവറയിലാക്കപ്പെട്ട രാജകുമാരനു വേണ്ടി തെരുവിലിറങ്ങി. രാജ്യം അതുവരെ ഇല്ലാത്തത്ര രൂക്ഷമായ സംഘർഷങ്ങളിലേക്ക് വഴുതി വീണു. ദക്ഷിണാഫ്രിക്കയുടെ മണ്ണും മനസ്സും ഉരുകി തിളച്ചുകൊണ്ടിരുന്നു. മണ്ടേലയുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന സമരങ്ങൾ അക്രമാസക്തമായി. 1976 സൊവറ്റോവിച്ചിൽ നടന്ന വിദ്യാർത്ഥി സമരം സുരക്ഷാ സേനയുമായുള്ള തെരുവ് യുദ്ധമായി പരിണമിച്ചു. കറുത്ത വർഗക്കാരുടെ തൊഴിലാളി സംഘടനകൾ നടത്തിയ അപ്രതീക്ഷിതമായ പ്രക്ഷോഭങ്ങളും പണിമുടക്കുകളും ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയെ നിരന്തരം ചോദ്യം ചെയ്തു. നാടും നഗരവും സമരങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രകമ്പനം കൊണ്ടു. 1980കളിൽ രൂപം കൊണ്ട പുതിയ സമര പ്രസ്ഥാനങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതി. റോബൻ ദ്വീപിലെ ഏകാന്ത തടവുകാരൻ വംശവെറിക്കെതിരായ സമരത്തിലെ ജീവിച്ചിരിക്കുന്ന പൂജാവിഗ്രഹമായി മാറി. ലോകമാസകലം വെള്ളക്കാരന്റെ ധാർഷ്ട്യത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു. ഇന്ത്യയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും കിഴക്കൻ യൂറോപ്പും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ വർണ്ണവെറിയൻ ഭരണകൂടത്തിനെതിരെ പ്രമേയം പാസാക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ കൈകോർത്തു. റോബൻ ദ്വീപിലെ ഏകാന്ത തടവറയിൽ അടയ്ക്കപ്പെട്ട മണ്ടേല വർണ്ണവിവേചനത്തിനെതിരായ സമരത്തിന്റെ സേനാനായകനായി മാറുകയായിരുന്നു ഈ നാളുകളിൽ. മാഡിബ ലോകമെവിടെയുമുള്ള യുവജനതയെ ആവേശം കൊള്ളിച്ചു. മനുഷ്യാവകാശ പോരാട്ട ചരിത്രത്തിൽ മണ്ടേല എന്ന ഇതിഹാസം ജനിച്ചു. മണ്ടേലയുടെ മോചനം ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലും ലോകമെമ്പാടും പ്രക്ഷോഭങ്ങൾ പടർന്നു പിടിക്കുന്നതിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. 54 രാജ്യങ്ങളിലെ 2000-ലേറെ മേയർമാർ മണ്ടേലയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകി. 100 കണക്കിന് സർവകലാശാലകൾ ഓണറ്റി ഡോക്ടറേറ്റ് നൽകി മണ്ടേലയെ ആദരിച്ചു. 1980കളുടെ മധ്യത്തിൽ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന് മുന്നിൽ ഒരു കീറാമുട്ടിയായി മാറി.
മണ്ടേലയുടെ മോചനമെന്നാൽ അപ്പാർത്തൈഡ് സർക്കാരിൻ്റെ പരാജയമെന്നാണ് അർത്ഥം. മണ്ടേലയുടെ മോചനം വൈകിപ്പിച്ചാൽ രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും തകരും. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വംശീയ ഹത്യയിലായിരിക്കും പരിണമിക്കുക. ഉപാധികളോടെ മണ്ടേലയെ മോചിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചു. 1990 ഫെബ്രുവരി 11 മണ്ടേല മോചിപ്പിക്കപ്പെടുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ലക്ഷക്കണക്കിന് മനുഷ്യർ കേപ്പ് ടൗണിലേക്ക് ഒഴുകിയെത്തി. പ്രതീക്ഷയും സന്തോഷവും ഗോത്രഗീതങ്ങളുമായി ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിമോചന പോരാളിയെ ഒരു നോക്കു കാണാൻ ജനസാഗരം ഇരമ്പിയാർന്നു. ഒടുവിൽ ഒരു മനുഷ്യായുസ്സിന്റെ 10,000 ദിനങ്ങൾ തന്റെ ജനതയുടെ അവകാശങ്ങൾക്കായി ഹോമിച്ച രാജകുമാരന് മുന്നിൽ തടവറയുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. ആഹ്ലാദാരവങ്ങളും മുദ്രാവാക്യങ്ങളും പ്രാർത്ഥനയും കണ്ണീരും നിറഞ്ഞു നിന്ന തെരുവിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി വന്നു. വിന്നിയുടെ കൈകൾ തന്റെ കൈകളിൽ കോർത്തു പിടിച്ചുകൊണ്ട്. ആഹ്ലാദത്തിന്റെ കടലിരമ്പി ആർക്കവേ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മാഡിബ തന്റെ ജനതയെ അഭിവാദ്യം ചെയ്തു. 27 വർഷം നീണ്ട ജയിൽ ജീവിതത്തിന്റെ തളർച്ചയില്ലാതെ ആരവങ്ങൾക്കിടയിലൂടെ മണ്ടേല മുന്നോട്ടു നടന്നു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സുദീർഘമായ യാത്രയുടെ പുതിയ ചുവടുകളായിരുന്നു ഇത്. കേപ്പ് ടൗണിൽ സുരക്ഷാ സേനയുടെ പരേഡ് മൈതാനത്തിലെ വേദിയിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ദക്ഷിണാഫ്രിക്കക്കാരെ അന്ന് വിമോചനത്തിന്റെ ഈ ശ്യാമസൂര്യൻ അഭിസംബോധന ചെയ്തു. പ്രതീക്ഷാ നിർഭരമായിരുന്നു മണ്ടേലയുടെ വാക്കുകൾ. എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ജനാധിപത്യം പുലരാൻ രാജ്യം രക്തവും ജീവനുമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് നൽകാൻ താൻ ഒരുക്കമാണെന്ന് 27 വർഷം മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം ഒരു കുറി കൂടി ആവർത്തിച്ചു. മണ്ടേലയുടെ മോചനത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ലോക ജനതയ്ക്ക് മുന്നിൽ കൊളോസസിനെ പോലെ നിവർന്നു നിന്ന മാഡിബ മോചനശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തന സജ്ജമാക്കി. വംശീയ അധിക്ഷേപങ്ങൾക്കെതിരായ സമരങ്ങൾ, വെള്ളക്കാർക്കു നേരെ തൊടുത്തുവിട്ട ഗാന്ധിയുടെ നിശ്വാസങ്ങളലിഞ്ഞ കാറ്റ് മാഡിബയുടെ ശരീരത്തെ തഴുകിക്കടന്നുപോയി. 76 വർഷത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായി മണ്ടേല തന്റെ രാജ്യത്തെ ദേശീയ സർക്കാരിനെ തിരഞ്ഞെടുക്കുവാൻ വോട്ട് ചെയ്തു. കോളനിവൽക്കരണത്തിന്റെയും അപ്പാർത്തൈഡിന്റെയും കറുത്ത നാളുകളിൽ നിന്ന് മനുഷ്യാവകാശങ്ങൾ പോരാടി നേടിയ ഒരു സമൂഹത്തിന്റെ പുതിയ തുടക്കം. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത മനുഷ്യർ നൂറ്റാണ്ടുകളായി തങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന വെളുത്ത യജമാനന്മാരിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രരായി. രാജ്യം സംഘചേതനയുടെ പെരുമ്പറ താളത്തിൽ ലയിച്ചു നിൽക്കെ 1994 മെയ് 9 മണ്ടേലയെ നാഷണൽ അസംബ്ലി പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അടിച്ചമർത്തലിനും തടവറകൾക്കും തോൽപ്പിക്കാനാവാത്ത രണധീരതയെ മാഡിബയെ ലോകം കണ്ണിറയെ കണ്ടു. മോചനത്തിന്റെ ഈ ശ്യാമസൂര്യൻ അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാനായ സ്വാതന്ത്ര്യ സമര പോരാളി എന്നതിനുമൊപ്പം ഊഷ്മളമായ സൗഹൃദം സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മിടുക്ക് മാഡിബയെ ദക്ഷിണാഫ്രിക്കയിലും പുറത്തും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആരാധനാപാത്രമാക്കി. ലോക നേതാവെന്ന നിലയിൽ അന്താരാഷ്ട്ര വേദികളിൽ ഊഷ്മളമായി സ്വീകരിക്കപ്പെട്ട മണ്ടേലയുടെ സ്വകാര്യ ജീവിതം പൊരുത്തക്കേടുകളുടെ കൂടാരമായിരുന്നു. 1996 വിന്നി മാഡിഗിസേലിയുമായുള്ള വൈവാഹിക ബന്ധത്തിന്റെ തകർച്ച ലോകവ്യാപകമായി വാർത്താ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ നിറഞ്ഞു. 4 വർഷത്തോളം നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ ദശലക്ഷക്കണക്കിന് റാൻഡ് വിവാഹമോചനത്തിനായി നൽകിക്കൊണ്ട് മണ്ടേല വിന്നിയെ തന്റെ ജീവിതത്തിൽ നിന്നൊഴിവാക്കി. 1998 ജൂലൈ 18 തന്റെ 80ാം പിറന്നാൾ ദിനത്തിൽ മണ്ടേല ഗ്രാസ മെഷേൽ എന്ന വിധവയെ തന്റെ ജീവിത സഖിയാക്കി.
ഏതാനും വർഷങ്ങൾ നീണ്ട പ്രണയം ഇതോടെ സഫലമായി. 2006 പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും മാധ്യമങ്ങൾക്ക് മുഖാമുഖം അനുവദിക്കുന്നതിൽ നിന്നും മണ്ടേല പിന്മാറി. നഗരജീവിതത്തിൻ്റെ കലുഷ്യങ്ങളിൽ നിന്ന് സ്വച്ഛസുന്ദരമായ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്യൂനുവിലേക്കുള്ള മടക്കയാത്രയ്ക്ക് സമയമായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു ജീവിതവൃത്തം പൂർത്തിയായിരിക്കുന്നു. ജീവിത ദുരിതങ്ങളോട്, തടവറയോട്, വംശവിവേചനത്തോട് പടവെട്ടി വിജയം നേടിയ വീരപുത്രനെ ക്യൂനു ഗ്രാമം ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ഒരു ജീവിതകാലം നീണ്ട സമരം പരീക്ഷണമാക്കിയ മണ്ടേല തൻ്റെ ഗ്രാമത്തിൽ വിശ്രമ ജീവിതം തുടങ്ങി. രോഗങ്ങളോട് പോരാടാൻ മണ്ടേലയിലെ പോരാളിക്ക് കരുത്തുണ്ടായിരുന്നില്ല. അതികഠിനമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇക്കാലയളവിൽ മണ്ടേലയെ പൂർണ്ണമായും അവശനാക്കി. മണ്ടേല എന്ന ഇതിഹാസ ദീപ്തി അണയാൻ തുടങ്ങിയിരുന്നു. 2013 ഡിസംബർ 5 വൈകുന്നേരത്തോടെ മാഡിബയുടെ നില അതീവ ഗുരുതരമായി. തുടർന്ന് രാത്രി 8:30 മാഡിബ എന്ന നെൽസൺ മണ്ടേല എന്ന ലോക നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. 2013 ഡിസംബർ 5 ഈ ലോകത്തെ പ്രകാശപൂരിതമാക്കാനെത്തിയ ശ്യാമസൂര്യൻ വിടവാങ്ങി. 2013 ഡിസംബർ 15 പച്ച പുതച്ചു കിടന്ന ക്യൂനു താഴ്വരയിൽ മണ്ടേലയ്ക്കായി ഒരുക്കിയ കുഴിമാടത്തിൽ ഗോത്രാചാരങ്ങൾക്കനുസൃതം അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. ധർമ്മസ്ഥാപനത്തിനായി യുഗങ്ങളിലൊരിക്കൽ അവതരിക്കാറുള്ള അവതാര പുരുഷന്മാരോടൊപ്പമാണ് മാഡിബയെ ദക്ഷിണാഫ്രിക്കയുടെ മനസ്സ് ചേർത്തണയ്ക്കുന്നത്. സഹനം കൊണ്ട്, കാരുണ്യം കൊണ്ട് ശത്രുവിൻ്റെ മാനസിക സംസ്കാരത്തെ ചെറുത്തു തോൽപ്പിച്ച ഗാന്ധിക്കും മാർട്ടിൻ ലൂതർ കിങ്ങിനുമൊപ്പം മാഡിബയെയും ആധുനിക ലോക സംസ്കൃതി ചേർത്തണയ്ക്കുന്നതിൻ്റെ കാരണം തേടി മറ്റെവിടെയും പോകേണ്ടതില്ല. രാജ്യദ്രോഹ വിചാരണയിൽ നെൽസൺ മണ്ടേലയെ തൂക്കിക്കൊല്ലാൻ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർ പെഴ്സി യൂട്ടറിന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ വിരുന്നൊരുക്കിയ മാഡിബ കാരുണ്യത്തിന്റെ പ്രഹരശേഷി വെള്ളക്കാരെ ബോധ്യപ്പെടുത്തി. അടിയുടെയും തിരിച്ചടിയുടെയും പ്രത്യയശാസ്ത്രങ്ങളെ അവഗണിച്ച് മർദ്ദിതനെ അവന്റെ ചങ്ങലകളിൽ നിന്നും മർദ്ദകനെ അവന്റെ പാപഭാരത്തിൽ നിന്നും ഒരേ സമയം മോചിപ്പിച്ച നെൽസൺ മണ്ടേല ആധുനിക ചരിത്രത്തിലെ മിത്തും യാഥാർത്ഥ്യവുമായി. കാരമുള്ളുപോലെ തറയ്ക്കുന്ന വേദനയും ത്രസിപ്പിക്കുന്ന, പോരാടാൻ കൊതിപ്പിക്കുന്ന കരുത്തുമായി.